Hello students, welcome to SL Max. ഏവർക്കും SL Max ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഒരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്നുള്ളത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് റിയാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയും. ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കൊടുക്കാം, ഓരോന്നിന്റെയും ഓരോ എലമെന്റ്സിന്റെയും ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കുറച്ച് റൂൾസുകളുണ്ട്. ഓക്സിഡേഷൻ നമ്പറിന് കുറച്ച് റൂൾസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ആ റൂൾസുകൾ പറയാൻ പോവാണ്. റൂൾസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ റൂൾസ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ, ഒന്നാമത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓൾ എലമെന്റ് ഇൻ ഫ്രീ സ്റ്റേറ്റ് ഓർ അൺകമ്പൈൻഡ് സ്റ്റേറ്റ്. അതായത് അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആവാം, അല്ലെങ്കിൽ എന്ന് പറയാം അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഓർ ഫ്രീ സ്റ്റേറ്റ്, ഫ്രീ എലമെന്റ്സ്, ഇവയുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ഓർ ഫ്രീ എലമെന്റ്സ്, ആ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഞാനൊരു ഷോർട്ട് നോട്ട് ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. നമ്മൾ ഒന്നാമത്തെ റൂൾസ് പറഞ്ഞു അല്ലെ, അൺകമ്പൈൻഡ് സ്റ്റേറ്റ് ആയ അല്ലെങ്കിൽ ഫ്രീ എലമെന്റ് ആയ എല്ലാ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ കുറച്ച് എക്സാമ്പിൾ ഇവിടെ താഴെ തന്നെ കൊടുക്കാം. H2. ഓക്കെ, H2 എന്നൊരു മോളിക്യൂൾ ആണ് അല്ലെ. ഇതെന്താണ്? അൺകമ്പൈൻഡ് ആണ്, കമ്പൈൻഡ് അല്ല, ഫ്രീ ആയിട്ട് നിൽക്കുന്ന എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ H2ന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ O2, അതുപോലെ F2, then അങ്ങനെ പറഞ്ഞാൽ സോഡിയം, അങ്ങനെ എക്സെട്ര, അങ്ങനെ അൺകമ്പൈൻഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ട് നിൽക്കുന്ന എല്ലാ എലമെന്റിന്റെയും ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ റൂള് എന്താന്ന് വെച്ചാൽ ഫോർ എ സിമ്പിൾ അയോൺ, ഫോർ സിമ്പിൾ അയോൺ, സിമ്പിൾ അയോൺ ഉണ്ടല്ലോ, അതായത് അയോൺസുകൾ, നമുക്കറിയാം അയോൺസ്. അപ്പൊ അയോൺസിന്റെ ഓക്സിഡേഷൻ നമ്പർ, സിമ്പിൾ ആയിട്ടുള്ള അയോൺസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ തന്നെ ചാർജ് ആണ്. അപ്പൊ ഫോർ എ സിമ്പിൾ അയോൺസ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് പറയാം? ചാർജ് ഓൺ ദി അയോൺ, ചാർജ് ഓൺ ദി അയോൺ. ആ അയോണിന്റെ ചാർജ് തന്നെയാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. എക്സാമ്പിൾ നമുക്ക് പറയാനോ, നോക്കിക്കോ, Mg2+. ഓക്കെ, ഒരു സിമ്പിൾ അയോൺ ആണ് Mg2+. ഈ Mg2+ന്റെ അപ്പൊ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? ഈ ചാർജ് ആണ് 2+ എന്നുള്ള ചാർജ് ഉണ്ടല്ലോ. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എന്ത് പറയും? +2. അപ്പൊ Mg2+ന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? +2 ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാണ് Fe3+. ഓക്കെ, ഒരു അയോൺ ആണ് അല്ലെ, Fe3+, ചാർജ് ഉണ്ട് അല്ലെ. അപ്പൊ Fe3+ എന്ന അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ ഒരു ചാർജ് തന്നെയാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഇനി വേറെ ഒന്ന് പറയാം, Cl- അല്ലെ, Cl-. അപ്പൊ Cl- ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? -1 ആണ്. ഓക്കെ, ഇവിടെ ചാർജ് കണ്ടില്ലേ? -1. therefore അതെന്താ? -1 ആണ്. അപ്പൊ രണ്ട് റൂൾസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറയാനുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്, മൂന്നാമത്തെ റൂൾസ് ആണ്. നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആൽക്കലി മെറ്റൽസ് എന്നാണ് അല്ലെ. അപ്പൊ ആൽക്കലി മെറ്റൽസ് ആണെങ്കിൽ അവയുടെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ +1 ആയിരിക്കും. പഠിക്കുക, ആൽക്കലി മെറ്റൽ ഫസ്റ്റ് ഗ്രൂപ്പ് അറിയാലോ, ഏതാണെന്നുള്ള പീരിയോഡിക് ടേബിൾ ഓർമ്മ ഉണ്ടല്ലോ, സോഡിയം, ലിഥിയം, അങ്ങനെ പോകുന്ന ആ സംഭവം ഉണ്ടല്ലോ. അതെന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ്. അവ നമ്മൾ എന്താ വിളിക്കുക? ആൽക്കലി മെറ്റൽസ്. ആ ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? +1 ആണ്. ദെൻ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് നമ്മൾ വിളിക്കുന്ന പേര് ഉണ്ടല്ലോ, എന്താണ്? ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയും അല്ലെ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ഇവയുടെ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് അറിയോ? ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. അപ്പോൾ രണ്ട് കാര്യം കിട്ടി. ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെങ്കിൽ ആ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്, അവയുടെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. എക്സെപ്റ്റ് അധികം കേസിൽ അലുമിനിയത്തിന്റെ എന്തായിരിക്കും?
അലുമിനിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആയിരിക്കും. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അലുമിനിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? +3 ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം. ഇതൊക്കെ കോമ്പൗണ്ട് ആകുമ്പോഴാട്ടോ. അല്ല ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തായിരിക്കും? നമ്മുടെ പറഞ്ഞ പോലെ അത് 0 ആയി മാറും. ഓക്കെ, ഇത് കോമ്പൗണ്ടിന്റെ കേസിലാണ് പറഞ്ഞത്. ഉദാഹരണം, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിലുള്ള എലമെന്റും വേറൊരു എലമെന്റും കൂടിയിട്ടാണല്ലോ കോമ്പൗണ്ട് ഫോം ചെയ്യുക. ആ കോമ്പൗണ്ടിന്റെ കേസിൽ അതിൽ ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. +1 ആയിരിക്കും. അങ്ങനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ എന്തായിരിക്കും? +2 ആയിരിക്കും. അതുപോലെ അലുമിനിയത്തിന് എന്തായിരിക്കും? +3 ആയിരിക്കും. ക്ലിയർ അല്ലേ? വിഷയമില്ലല്ലോ. ഓക്കെ, അപ്പൊ 3 റൂൾസ് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് നോട്ട് ചെയ്യണേ. ഞാനത് ക്ലീൻ ചെയ്യാൻ പോകാം. ഓക്കെ, ഇനി നമുക്ക് റൂൾസ് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത റൂൾസിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിക്കുക. അടുത്തത് 4ാമത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അതായത് ഓക്സിജൻ നമുക്കറിയണം. കോമൺ ആയിട്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? അപ്പോ 4ാമത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്സിജന്റെ കേസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഓക്സിഡേഷൻ നമ്പർ, കോമൺ ഓക്സിഡേഷൻ നമ്പർ എന്താ? കോമൺ ആയിട്ട് ഓക്സിഡേഷന്റെ എന്താണ്? -2. മനസ്സിലാക്കട്ടാ. അതായത് ഓക്സിജന്റെ കോമൺ ഓക്സിഡേഷൻ നമ്പർ എന്തെന്ന് ചോദിച്ചാൽ അത് -2 ആണ്. ഇനി ഓക്സിജന്റെ കേസിൽ തന്നെ ഒരുപാട് കേസുകൾ ഇതിൽ വരാണ്ടല്ലോ. അത് ഏതൊക്കെയാണ് മക്കളെ? ഒന്ന് പെറോക്സൈഡ് പറയും. പെറോക്സൈഡ് എന്താ? പെറോക്സൈഡ് എക്സാമ്പിൾ പറയും. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് എക്സാമ്പിൾ ആണ്. ഇതിന്റെ കേസിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും മക്കളെ? -1 ആയിരിക്കും. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? -1 ആണ്. അതേപോലെ നെക്സ്റ്റ് വൺ ആണ് സൂപ്പർ ഓക്സൈഡ്. അപ്പൊ സൂപ്പർ ഓക്സൈഡിന്റെ കേസിൽ ഓക്സിജന്റെ നമ്പർ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ സൂപ്പർ ഓക്സൈഡിന്റെ എക്സാമ്പിൾ എന്തായിരിക്കും? KO2 എന്ന് പറയും. ഓക്കെ, ഇതിന്റെ കേസിൽ ഓക്സിഡേഷൻ നമ്പർ എന്താ? -½ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓക്സിജന്റെ കേസിൽ കോമൺ ആയിട്ട് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ദെൻ അതിന്റെ കേസിൽ തന്നെ വേറെ കേസ് ആയിട്ട് വരുന്നത് എന്താണ്? പെറോക്സൈഡ് എന്ന് പറയും. അതായത് H2O2 എക്സാമ്പിൾ ആണ്. ആ രീതിയിൽ വരികയാണ്. അവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. ഇനി സൂപ്പർ ഓക്സൈഡ് എന്നൊരു വേറൊരു ഫോം ഉണ്ട് ഓക്സിജന്റെ, അതാണ് KO2 എക്സാമ്പിൾ ആണ്. അതിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? -½ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഓക്സിജന്റെ വേറൊരു കോമ്പൗണ്ട് ആണ്. ആ ഒരു കോമ്പൗണ്ടിൽ വന്നാൽ അതിന്റെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അതായത് ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് OF2. ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് OF2 ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് അറിയോ? +2 ആണ്. OF2 ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് എന്ന ഈ കോമ്പൗണ്ടിലെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ +2. അതുപോലെ തന്നെ ഡൈ ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് അതായത് O2F2 ഈ കേസിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര? +1 ആണ് എന്നുള്ളതാണ്. അപ്പൊ ഓക്സിജന്റെ കേസിൽ ഇതാ 5 രീതി നമുക്ക് പറയാം. കോമൺ ആയിട്ട് -2, then പെറോക്സൈഡിന്റെ കേസിൽ -1, then സൂപ്പർ ഓക്സൈഡിന്റെ കേസിൽ -½ ഇനി OF2 ഓക്സിജൻ ഡൈഫ്ലൂറൈഡിന്റെ കേസിൽ ഓക്സിജൻ എന്താണ്? +2 ആയിരിക്കും. ഡൈ ഓക്സിജൻ ഡൈഫ്ലൂറൈഡിന്റെ കേസിൽ എന്തായിരിക്കും? +1 ആയിരിക്കും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ശരി. ഇനി അഞ്ചാമത്തെ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്, വിഷയമില്ല. 5ാമത്തെ റൂൾസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഹൈഡ്രജന്റെതാണ്. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ. അപ്പൊ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ +1 ആയിരിക്കും. ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? +1 ആണെന്ന്. ബട്ട് ഇൻ ഹൈഡ്രേറ്റ്സിന്റെ കേസിൽ, ഹൈഡ്രേറ്റ്സിന്റെ കോമ്പൗണ്ടിന്റെ കേസിൽ ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും എന്നാ പറഞ്ഞത്? -1 ആയിരിക്കും. മാർക്ക് എന്ത്? ഹൈഡ്രേറ്റ്സിന്റെ കേസിൽ ഹൈഡ്രജന്റെ -1. കോമൺ ആയിട്ട് ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഹൈഡ്രേറ്റ്സിന്റെ കേസിൽ എന്തായിരിക്കും? അത് -1 ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് ഹാലജൻസ്. നമുക്കറിയണം ഹാലജൻ ഫാമിലി നമുക്ക് അറിഞ്ഞല്ലേ? 17th ഗ്രൂപ്പ് അല്ലെ? 17ാമത്തെ ഗ്രൂപ്പിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലജൻ ഫാമിലി. ഹാലജൻസിന്റെ കേസ് ആണ് പറയുന്നത്. ഹാലജൻസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? -1 ആയിരിക്കും. ഹാലജൻസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? -1 ആണെന്നുള്ളത് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? വിഷയമില്ലല്ലോ. ഓക്കെ, അതുപോലെ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാനുള്ളത്, മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. അതായത് ഫ്ലൂറിൻ ഷോസ് ഓൺലി -1 ഓക്സിഡേഷൻ നമ്പർ ഇൻ ഓൾ ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അതായത് ഫ്ലൂറിൻ എപ്പോഴും എന്തേ തരുള്ളൂ? -1 മാത്രമേ തരുള്ളൂ എന്നാണ് അതിന് ഏതൊരു കോമ്പൗണ്ടിലും. എന്നാൽ അതർ ഹാലജൻസ്, ഫ്ലൂറിൻ മാത്രമല്ലല്ലോ, ക്ലോറിൻ, അയോഡിൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഫ്ലൂറിൻ അല്ലാത്ത മറ്റ് ഹാലജൻസുകൾ അവ നമുക്ക് എന്ത് തരുമെന്ന് അറിയോ? അതാണ് ശ്രദ്ധിക്കേണ്ടത്. അവയുടെ ഓക്സിഡേഷൻ നമ്പറിൻ ഓക്സൈഡ്സ് ആൻഡ് ഓക്സോ ആസിഡ്സ് എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞത്.
അതായത് ശരിക്കും ശ്രദ്ധിക്കുക, ഹാലജൻസിന്റെ ജനറലി ഹാലജൻസിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അതിൽ തന്നെ ഫ്ലൂറിൻ എല്ലായ്പ്പോഴും ഫ്ലൂറിൻ എന്തേ തരുള്ളൂ, -1 തരുള്ളൂ. ഇനി അതർ ഹാലജൻസ് എന്ത് തരാറുണ്ട്, അതർ ഹാലജൻസ് പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പർ തരാറുണ്ട്. പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പർ എപ്പോ ഇവയുടെ ഓക്സോ ആസിഡ്സ് അതേപോലെ ഓക്സൈഡ്സ് ആ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ഓക്സിജനുമായിട്ട് ഈ ഹാലജൻസ് മറ്റ് ഹാലജൻസ് ഫോം ചെയ്യുമ്പോൾ അവയുടെ ഓക്സിഡേഷൻ നമ്പർ എന്താവാറുണ്ട്, പോസിറ്റീവ് ആവാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, ഈ ഇത്രയാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഇനിയാണ് വേറൊരു കാര്യം നമ്മൾ പഠിക്കാനുള്ളത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ക്ലിയർ അല്ല, വിഷയമല്ലല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാണ്. നെക്സ്റ്റ് റൂളാണ്, ശ്രദ്ധിക്കണേ. നെക്സ്റ്റ് റൂൾ എന്താണെന്ന് അറിയാം, ശ്രദ്ധിക്കും. അടുത്ത റൂളാണ് 7th one. വളരെ സിമ്പിൾ ആണ്. ദി algebraic sum of oxidation number of all the atom of compound. അതായത് algebraic sum of, അങ്ങനെ തന്നെ പറയാം, algebraic sum of oxidation number of atom in a compound is 0. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതായത് ഒരു കോമ്പൗണ്ടിന്റെ ഒരു കോമ്പൗണ്ടിൽ നമുക്കറിയാലോ കോമ്പൗണ്ട് ആണെന്ന ആറ്റംസ് കൂടി അല്ലെ. അപ്പൊ ആ കോമ്പൗണ്ടിലുള്ള ആറ്റംസിന്റെ ഓക്സിഡേഷൻ നമ്പറിന്റെ സമ്മ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടല്ലേ, 0 ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്, ഒരു കോമ്പൗണ്ട്സിന്റെ ഓക്സിഡേഷൻ നമ്പർ മൊത്തത്തിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ഫൈനലി കിട്ടേണ്ടത്, 0 ആയിരിക്കും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇനി വേറൊരു കേസ് കൂടി 8ാമത്തെ പറയാനാണ്. പിന്നെ പോളി ആറ്റോമിക് അയോൺ എന്ന് പറയും. പോളി ആറ്റോമിക് അയോൺ എന്താ പോളി ആറ്റോമിക് അയോൺ എന്ന് അറിയാം? വളരെ സിമ്പിൾ ആണ്. ദി സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ദി സം ഓഫ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് all atoms in a is equal to the charge on the ion. അതായത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ കോമ്പൗണ്ട് അതായത് അയോൺ, പോളി ആറ്റോമിക് അയോൺ എന്ന് പറഞ്ഞാൽ അതാണ്. ഏത് അയോൺ ചാർജിലുള്ള ഒരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ ആ ഒരു ചാർജിലുള്ള കോമ്പൗണ്ട് അവൻ നമ്മൾ പോളി ആറ്റോമിക് അയോൺ എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ അയോൺസുകൾ വരെ അല്ലെ. അപ്പോൾ നമ്മൾ വേറെ എക്സാമ്പിൾ Cr2O3 2 ഇങ്ങനെയൊക്കെ വരും. അപ്പൊ എന്താ, ഇത് മൊത്തത്തിലാണ് ചാർജ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കൊടുത്തു എന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം, ആ കേസിൽ പോളി ആറ്റോമിക് അയോണിന്റെ കേസിൽ എല്ലാ അതിന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ആ ചാർജ് അയോണിന്റെ ചാർജ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. മക്കളെ നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മൊത്തത്തിൽ ക്ലിയർ ആവും. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാനുള്ള റൂൾസുകളാണ് ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ആയിരുന്നു അല്ലെ. തുടക്കം മുതൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടുണ്ടാവണം. ഓക്കെ, അതായത് ഫ്രീ എലമെന്റ് ആണെങ്കിൽ 0, ചാർജുള്ള അയോൺസ് ആണെങ്കിൽ അവരുടെ ചാർജ് ആണ് ഓക്സിഡേഷൻ നമ്പർ. പിന്നെ പറഞ്ഞെന്താ, ആൽക്കലി മെറ്റൽസിന്റെ +1 ആണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ എന്താണ് +2 ആണ്, അതേപോലെ അലുമിനിയം +3 ആണ് കാണിക്കുക. അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഓക്സിജന്റെ മെയിൻലി ഓക്സിജൻ എന്താ -2 ആണ് കാണിക്കുക. ഓക്സിജന്റെ തന്നെ കേസിൽ പെറോക്സൈഡ് വരുമ്പോൾ അത് -1 ആവും, സൂപ്പർ ഓക്സൈഡ് വരുമ്പോൾ അത് -½ ആവും. ഇനി OF2 ഓക്സിജൻ ഡൈഫ്ലൂറൈഡിന്റെ കേസിൽ ഓക്സിജൻ എന്താണ് +2 ആണ് വരിക. അതേപോലെ തന്നെ ഡൈ ഓക്സിജൻ ഡൈഫ്ലൂറൈഡിന്റെ കേസ് O2F2 എന്ന കോമ്പൗണ്ടിന്റെ കേസിൽ ഓക്സിജൻ എന്തായിരിക്കും +1 ആയിരിക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി കോമൺ ആയിട്ട് ഹൈഡ്രജൻ എന്താണ് +1 ആണ്. ഇനി ഹൈഡ്രൈഡ്സിൽ വരുമ്പോൾ ഹൈഡ്രജൻ എന്തായിരിക്കും, അത് -1 ആയി മാറും. അതുപോലെ ഹാലജൻസിന്റെ ജനറലി ഹാലജൻസിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. എല്ലായ്പ്പോഴും ഫ്ലൂറിൻ എന്തേ തരുള്ളൂ, -1 തരുള്ളൂ. എന്നാൽ ബാക്കിയുള്ള കോമ്പൗണ്ട്സ് അതായത് ബാക്കിയുള്ള അതർ ഹാലജൻസ് ക്ലോറിന്, അയഡിന്, ഓക്കെ എക്സെട്ര അങ്ങനെ പോകുന്ന എലമെന്റ്സ് ഓക്സിജനുമായി ഉണ്ടാക്കുന്ന ഓക്സോ ആസിഡ് അതേപോലെ ഓക്സൈഡ്സ് അവയിലൊക്കെ അവയുടെ ഓക്സിഡേഷൻ നമ്പർ അവയുമായി കൂടിച്ചേരുമുണ്ടാകുന്ന ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ആവാറുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ മെയിൻലി ഇതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിന്റെ എല്ലാ
ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പറിന്റെ സം എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ രണ്ടാമത്തെ കേസിൽ തന്നെ പറയാം പോളി ആറ്റോമിക് അയോൺ, അതായത് ഒരു ചാർജ് ഉള്ള കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക. ആ ചാർജ് ഉള്ള കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? ആ ചാർജ് ആയി ആ ഓക്സിഡേഷൻ നമ്പർ സമ്മ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും? ആ ചാർജ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ അല്ലേ? ഇത്രയാണ് റൂൾസ് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാം. പ്രോബ്ലം എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കാണാമോ? ഓക്കെ അല്ലേ? ഫസ്റ്റ് വന്നതോടെ മാംഗനീസ് KMnO4 അല്ലേ? അതിൽ മാംഗനീസിന്റെ എന്ത് കാണണം? ഓക്സിഡേഷൻ നമ്പർ കാണണം. അതുപോലെ രണ്ടാമത്തെ NaHSO4 അല്ലേ? അപ്പോൾ ഇതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണണം. അതുപോലെ ഇതിലും സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കാണണം. അപ്പൊ എങ്ങനെ കാണാന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് അറിയുന്ന കാര്യമാണ് കെ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് അല്ലേ? അപ്പൊ അതിന്റെ ഓക്സിജൻ നമ്പർ എന്താ? +1 ആണ്. അപ്പൊ +1 എത്ര കെ ഉണ്ട് ഇവിടെ? അപ്പൊ 2 ആണ് അല്ലേ? അപ്പോ K2. അപ്പൊ എന്താ? +1 × 2 പ്ലസ് നമ്മൾ കാണേണ്ട ആള് Mn ആയതുകൊണ്ട് അതിനെ x എന്ന് ഡിനോട്ട് ചെയ്യാം. അപ്പൊ x പ്ലസ് ഓക്സിജന്റെ ജനറലി നമ്മൾ എന്താ പറഞ്ഞത്? -2. അപ്പൊ -2 ഇൻറ്റു ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 എണ്ണം. ഓക്കെ, ഞാൻ മുമ്പ് ലാസ്റ്റ് 7th റൂൾ എന്താ പറയുക? ടോട്ടൽ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിജൻ നമ്പർ കൂട്ടിയാൽ എന്തായിരിക്കും? അത് 0 ആയിരിക്കും. ഇങ്ങനെ കാണും. ഓക്കെ, അപ്പൊ ഇതൊന്ന് കണ്ടാണി. +1 × 2 പറഞ്ഞാൽ എന്താ? +2 അല്ലേ? ഓക്കെ, പ്ലസ് എക്സ് -2 × 4 എന്നാ എന്തായി? -8 = 0. ഒന്നും കൂടി പറയും. പറ എന്ത് ചെയ്യാം? 2 + 2 -8 എത്ര ആയിട്ടുണ്ടാവും? x -6 ആയിട്ടുണ്ടാവും അല്ലേ? 2 ന്ന് 8 കുറച്ചാൽ -6 = 0. അങ്ങനെയാണ് x എന്തായി? -6 അങ്ങോട്ട് പോകുമ്പോൾ +6 ആവും. ഓക്കെ അല്ലേ? അപ്പൊ x +6 ആണ്. അതിന്റെ അർത്ഥം എന്താ? ഈ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? +6 ആണ് എന്നർത്ഥം. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി അടുത്തത് അടുത്ത കോമ്പൗണ്ട് ഇത് ഇതേപോലെ തന്നെ സോഡിയം ഫസ്റ്റ് ഗ്രൂപ്പ് ആണ് അല്ലേ? അപ്പൊ ന്റെ അവിടെ +1 പ്ലസ് H ഹൈഡ്രജൻ എന്താ? +1. അപ്പൊ അതും +1. ഓക്കെ, അടുത്ത പറയും അല്ലേ? അപ്പൊ +1 ചെയ്യാൻ 1 മാത്രമേ ഉള്ളൂ കേട്ടാ. 1 അടുത്ത പറയും S നമുക്ക് അറിയില്ല. അപ്പൊ അതിനെ x പ്ലസ് ഓക്സിജൻ എത്ര? -2 ആണ്. -2 എത്ര ഓക്സിജൻ ഉണ്ട്? 4 എണ്ണം = 0. എന്തുകൊണ്ട് 0 ആയി? മൊത്തത്തിൽ ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 0 കിട്ടണം. ഓക്കെ, ഇനി ചെയ്യുമ്പോൾ പറയും 1 1 2 പ്ലസ് x -8 = 0. ഒന്നും കൂടി പറയും. നിങ്ങൾക്ക് പറയാം. പറ അതെന്തായി? x -6 തന്നെ അല്ലേ? = 0 = x +6. ഓക്കെ, അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ തന്നെയാണ്. സൾഫർ എന്താ? +6 അല്ലേ? ഓക്കെ, ഇനി അടുത്ത് ഇവിടെ പറ ഈ ഒരു കോമ്പൗണ്ട് പറയും H2S2O7 ആണ്. അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഉണ്ട് അല്ലേ? ഒരു ഹൈഡ്രജന്റെ 1 ആണ്. 1 × 2 +1 ആണ്. +1 × 2 പ്ലസ് ഈ എത്ര സൾഫർ ഉണ്ട് ഇവിടെ? സൾഫർ നമുക്ക് കാണേണ്ടത്. അപ്പൊ കാണേണ്ടതിന് x എന്ന് കൊടുത്ത് എത്ര ഉണ്ട്? 2 ആണ്. അപ്പൊ × 2 പ്ലസ് ഓക്സിജൻ എത്ര? -2 ആണ്. എത്ര ഉണ്ട് ഇവിടെ? 7 ഉണ്ട്. അപ്പൊ × 7 = 0. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി 1 × 2 പ്ലസ് x × 2 2x പ്ലസ് -2 × 7 -14 = 0. ഒന്നും കൂടി പറയാം. 2 -14 എന്ന് പറഞ്ഞാൽ എത്രയായി? 2 -14 എന്ന് പറഞ്ഞാൽ -12 അല്ലേ? = 0. ഒന്നും കൂടി 2x +12 x എന്തായി? 12/2. ഇനി കൂടെ 12/2 പറയാം. x പറ +6. ഓക്കെ, അപ്പൊ എന്ത് ഇവിടെ നമുക്ക് സൾഫറിന് എന്താ കിട്ടിയത്? +6. ക്ലിയർ അല്ലേ? അപ്പൊ ഈ രീതിയിലാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബാലൻസിങ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ബാലൻസിങ് മെത്തേഡ് ഉണ്ട്. അപ്പൊ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 രീതി ചെയ്യണം. അതിലൊന്ന് ഹാഫ് റിയാക്ഷൻ മെത്തേഡാണ്, അതേപോലെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അപ്പൊ ആ 2 മെത്തേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഇതിൽ എങ്ങനെ ഒരു സംഭവം ആ ഒരു റിയാക്ഷനിലെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തൽ നിർബന്ധമാണ്. അപ്പൊ ഇത് കാണാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും നോട്ട് ചെയ്യാം. ഇതൊക്കെ നമ്മൾ എങ്ങനെ ബേസ് ചെയ്ത ആ റൂൾസ് പ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് പ്രകാരം എന്താണ് ഒരു റിയാക്ഷനിൽ നമ്മൾ ചാപ്റ്ററിൽ റിഡോക്സ് റിയാക്ഷൻ ആണ് അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ?
ഒരു റിയാക്ഷൻ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ എങ്ങനെ ഓക്സിഡേഷൻ കണ്ടെത്താം, എങ്ങനെ റിഡക്ഷൻ ആണെന്ന് പറയാം, ഒരുപാട് രീതികൾ പറയുന്നുണ്ട്. അതിലേക്കൊന്നും കടക്കുന്നില്ല, ജസ്റ്റ് പറയാം. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാം നമ്മൾ പറയും അഡീഷൻ ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സ് ഓക്സിഡേഷൻ എന്നാണ്. അതേപോലെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അല്ലെ, സിംപ്ലി എന്ന് പറയാം ഓക്സിഡേഷനില് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറയാം അല്ലെ, അഡീഷൻ ഓഫ് ഓക്സിജൻ. അതേപോലെ തന്നെ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. പിന്നെയുണ്ട് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്, അങ്ങനെ ഇലക്ട്രോനെഗറ്റീവിന്റെ കേസിൽ പോസിറ്റീവ് കേസിൽ ഒക്കെ പറയാറുണ്ട്. മെയിനായിട്ട് രണ്ട് ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മളിപ്പോൾ പഠിച്ച ഓക്സിഡേഷൻ നമ്പർ ഉണ്ടല്ലോ, അതിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ നമ്മളെന്ത് പറയാം, ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ അതാരാണ്, ഓക്സിഡേഷൻ ആണെന്ന് പറയാം. ഇനി ഇതേ കേസിൽ തന്നെ റിഡക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാം. റിഡക്ഷൻ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് മക്കളെ. എങ്ങനെ പറയാം, പറയാലോ. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെങ്കിൽ എന്തായിരിക്കും റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്. റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ്, അതാരാണ്, റിഡക്ഷൻ ആണ്. അതേപോലെ തന്നെ ഹൈഡ്രജന്റെ കേസിൽ എങ്ങനെയാവും, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ അതാരായിരിക്കും, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ അത് റിഡക്ഷൻ ആണ്. അതേപോലെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് അനുസരിച്ചോ അതാണ് ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ അതായതാണ് റിഡക്ഷൻ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് പഠിക്കാൻ ചെയ്യാനുള്ളത്, ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് ഈ ഓക്സിഡേഷൻ നമ്പറിന്റെ കേസിലാണ്. ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ ഓക്സിഡേഷൻ, കുറയാണെങ്കിൽ ആരാണ്, റിഡക്ഷൻ ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓക്സിഡേഷൻ നമ്മൾ പഠിക്കാനുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്ററിന്റെ പേര് റിഡോക്സ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആട്ടാ, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ അതാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിഡോക്സ് റിയാക്ഷൻ, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഫസ്റ്റ് വൺ കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ്. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറലി എ എന്ന എലമെന്റും ബി എന്ന എലമെന്റും കൂടിയിട്ട് എന്തായി മാറുക, സി ആണ്. ഇതിനെ നമ്മൾ എന്ത് പറയണത്, ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോമ്പിനേഷൻ റിയാക്ഷൻ. ഈ ഒരു മോഡലിൽ ഉണ്ടാകുന്ന എയും ബിയും കൂടിയിട്ട് സി എന്നൊരു കോമ്പൗണ്ട് ഉണ്ടാവണം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇവിടെ ഇത് ഇമ്പോർട്ടന്റ് എന്നുള്ളത് എയും ബിയും എന്നിട്ട് ബോത്ത് എ ആൻഡ് ബി ആർ എന്തായിരിക്കണം, എലമെന്റ് സ്റ്റേറ്റ് ആണ്. ഒന്നിക്ക് എന്തായിരിക്കണം, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ഒന്നിക്ക് എയ്തർ എ ഓർ ബി അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആർ എലമെന്റൽ ഫോം. ഇവിടെ എന്തായിരിക്കണം, എ ആൻഡ് ബി എയ്തർ എലമെന്റൽ ഫോം ആയിരിക്കണം. ഏതെങ്കിലും ഒന്ന് എലമെന്റൽ ഫോം ആയാലും മതി, അല്ലെങ്കിലോ രണ്ടും എലമെന്റൽ ഫോം ആണ്. അതാണ് കണ്ടീഷൻ. ഓക്കെ, അപ്പൊ എ പ്ലസ് ബി ഗീവ്സ് സി ആണ്. ഈ ഫോർമാറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയും. അതിന്റെ കണ്ടീഷൻ എന്താ, ഒന്നുകിൽ എ എലമെന്റൽ സ്റ്റേറ്റ് ആവണം, അല്ലെങ്കിൽ ബി ആവണം, അല്ലെങ്കിൽ രണ്ടും എലമെന്റൽ സ്റ്റേറ്റ് ആവണം. ഓക്കെ, എക്സാമ്പിൾ പറയാം, ക്ലിയർ ആണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കും. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് എന്ത്, CO2. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ്സ് CO2. ഇനി ഇതിന്റെ ഓക്സിഡേഷൻ ഒന്ന് കാണാൻ പോകണ്ട, ശരിക്കും ശ്രദ്ധിക്കണേ. കാർബൺ മക്കളെ ഒറ്റക്കാണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്, എലമെന്റൽ സ്റ്റേറ്റ് ആണെങ്കിൽ എന്താ പറഞ്ഞത്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ 0 മാർക്ക് ചെയ്യും. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഓക്സിജനോ എലമെന്റൽ സ്റ്റേറ്റ് ആണല്ലേ, ഫ്രീ സ്റ്റേറ്റ് ആണ് അല്ലേ, അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓക്സിഡേഷൻ നമ്പറും 0 ആണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത CO2 കാർബൺ ഡൈ ഓക്സൈഡ് കോമ്പൗണ്ട് ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് അറിയുന്ന ആളാണ് കാർബൺ, നമുക്ക് അറിയില്ല, പക്ഷെ ഓക്സിജന്റെ അറിയാലോ അല്ലെ. ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ, ജനറലി നമ്മൾ എന്താ പറയുന്നത്, ഓക്സിജന്റെ ജനറലി കോമൺ ആയിട്ട് നമ്മൾ എന്താ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ പറയുന്നത് -2 എന്നാ പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് ആ രീതിയിൽ കണ്ടുകൂടെ, എങ്ങനെ പറയാം. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട് മക്കളെ, 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 2 ഇൻറ്റു നമ്മുടെ സൈഡിൽ വേണം എഴുതി, CO2 ആണ് സൈഡിൽ അങ്ങനെ എഴുതാം. സി ആണ് x പ്ലസ് 2 ഇൻറ്റു -2 അല്ലേ. അപ്പൊ x - 4 അല്ലേ, ഈക്വൽ x - 4 ഈക്വൽ ടു എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പൊ x ഈക്വൽ ടു എന്താവും, +4 അല്ലേ. അങ്ങനെയാണ് കാർബണിന്റെ ഇവിടെ എന്ത് കിട്ടി, +4 കിട്ടുമല്ലോ. നമ്മളത് കൊടുക്കുക, ഈ കാർബണിന്റെ +4 അല്ലേ. ഓക്സിജൻ എന്താ, -2. ഓക്കെ, അപ്പൊ ബാലൻസ് ആയി. നോക്കി 2 ഇൻറ്റു -2 -4 -4 0 ആയി. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നോക്കിക്കോ, ഞാൻ വരക്ക് നോക്കുക. ഈ ഒരു കാർബൺ ഇവിടെ എത്തുമ്പോൾ എന്തായി മാറി, നോക്കൂ,
ഇവിടെ കാർബൺ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ അത് +4 ആയി. അപ്പൊ എന്താ 0 ഉള്ളത് +4 ആയി കൂടല്ലേ ചെയ്തത്? 0 +4 ആയി കൂടി. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്ന ആർക്കാണ്? കാർബൺ ആണ് ഓക്സിഡേഷൻ നടക്കുന്നത്. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഈ ഓക്സിജന്റെ കേസ് നോക്ക്. ഓക്സിജന്റെ കേസ് നോക്കൂ. ഇവിടെ ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? 0. ഇവിടെ എന്താ? -2 ആണ്. നിങ്ങൾ പറ, 0 ആണോ -2 ആണോ ഏറ്റവും വലുത്? -2 ആണോ അതോ 0 ആണോ? പറ, 0 ആണോ -2 ആണോ ഏറ്റവും വലുത്? 0 അല്ലേ? അപ്പോ 0 ഉള്ളത് -2 ആയി കുറയല്ലേ ചെയ്തത്? അപ്പോ ഓക്സിഡേഷൻ നമ്പർ കുറയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? റിഡക്ഷൻ. അപ്പൊ ഈ ഒരു കേസിൽ റിഡക്ഷൻ നടക്കുന്ന, ഈ ഒരു എക്സാമ്പിളിൽ റിഡക്ഷൻ നടക്കുന്ന ആർക്കാണ്? ഓക്സിജൻ ആണ്. ഓക്സിഡേഷൻ നടക്കുന്ന ആർക്കാ? കാർബൺ ആണ്. ക്ലിയർ അല്ലേ? വിഷയമില്ലല്ലോ. അപ്പൊ കോമ്പിനേഷൻ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു, അതിന് എക്സാമ്പിൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് വൺ ഇപ്പൊ നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കും. ഈ രണ്ടാമത് ഇനി കുറച്ചും കൂടി എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് സംഭവം ഐഡിയ കിട്ടി, കൺസെപ്റ്റ് റെഡി ആവാന്ന്. എക്സാമ്പിൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോ കോമ്പിനേഷൻ റിയാക്ഷൻ എന്താണ്? കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി ഗിവ്സ് സി. ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കും കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ഇവിടെയുള്ള കണ്ടീഷൻ എന്താ? എയ്തർ എ ഓർ ബി അല്ലെങ്കിൽ ബോത്ത് എ ആൻഡ് ബി ആർ ഇൻ എലമെന്റൽ ഫോം. എലമെന്റൽ ഫോം ആയിരിക്കണം, അല്ലെങ്കിൽ ഒന്നുകിൽ 2 എലമെന്റ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ എലമെന്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്തായിട്ടുള്ളൂ ഈ ഒരു റിയാക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. ഈ സെക്കൻഡ് വൺ കേട്ടോ, സെക്കൻഡ് വൺ റിയാക്ഷൻ ആണ് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, അപ്പൊ നോക്കാം. സെക്കൻഡ് വൺ റിയാക്ഷന്റെ പേരാണ് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. നമുക്ക് അറിയുന്നതാണ്, നിങ്ങളൊക്കെ നമ്മളൊക്കെ ചെറിയ ക്ലാസ് പഠിച്ച റിയാക്ഷൻ ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. ഡീകോമ്പോസിഷൻ റിയാക്ഷൻ. ഓക്കെ, എന്തായിരിക്കും ഒരു ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് സി എന്തായി മാറുക? എയും ബി ആയിട്ട് മാറുക അല്ലെ? നേരത്തെ നമ്മൾ A+B gives C എന്ന് പറഞ്ഞത് ഇതെന്തായി? സി എയും ബി ആയി മാറുന്ന ഈ ഒരു റിയാക്ഷൻ. അതായത് ഡീകോമ്പോസിഷൻ റിയാക്ഷൻ ഈസ് ദി ജസ്റ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷന്റെ നേരെ വിപരീതമാണ്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് ആര്? ഡീകോമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞത്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ എന്തായിരിക്കണം? ഒന്നൊക്കെ എന്തായിരിക്കണം? ഇതിൽ നിന്ന് കിട്ടുന്ന ഈ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഈ പ്രൊഡക്റ്റ്, അതായത് ഡീകോമ്പോസിഷൻ ബ്രേക്ക് ഡൗൺ ആവാണ് അല്ലെ? ബ്രേക്ക് ചെയ്യുന്നതിനെ ഡീകോമ്പോസിഷൻ എന്ന് പറയാം. അപ്പൊ ഇത് കിട്ടുന്ന ഒന്നൊക്കെ രണ്ടും എലമെന്റൽ ഫോം ആണ്, അല്ലെങ്കിൽ ഒന്ന് എലമെന്റൽ ഫോമിൽ നിർബന്ധമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന് എക്സാമ്പിൾ പറയാം. അപ്പൊ എക്സാമ്പിൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതാ നോക്കിക്കോളൂ. 2KClO3 2KClO3 gives 2KCl plus 3O2. ഇതാണ് റിയാക്ഷൻ. എക്സാമ്പിൾ ആണ്. നോക്കൂ, നമ്മുടെ ഈ റിയാക്ഷൻ ഒക്കെ പറഞ്ഞൊക്കെ ശരി തന്നെ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അല്ലെ? എങ്ങനെ പറ? 2KClO3 ഒരു കോമ്പൗണ്ട് ആണ്. അതെന്ത് ബ്രേക്ക് ഡൗൺ ആയിട്ട് KCl എന്നൊരു കോമ്പൗണ്ടും ഓക്സിജൻ എന്ന എലമെന്റും. നമ്മുടെ ഫോം എന്താ? ഒന്നൊക്കെ എ എലമെന്റ് ആവണം, അല്ലെങ്കിൽ ബി എലമെന്റ് ആവണം, രണ്ടും ആവണം. ഇവിടെ ഒന്ന് എലമെന്റ് ഫോം ആയില്ലേ? റിയാക്ഷൻ ഓക്കെ ആണ്. ഇനി നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൽ ഓക്സിഡേഷൻ നമ്പർ ഒക്കെ കൊടുക്കാൻ പോകണം. ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ ഈ KClO3 അത് മാത്രം എടുത്ത് എഴുതിട്ടാ. KClO3 ഇതിൽ നമുക്ക് അറിയാത്ത ആള് Cl ആണ്. ഓക്കെ, K അറിയാം. K ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ട് അതിന് എന്ത് പറയാം? പറയും +1 ആണ്, പ്ലസ് ClX ആണ്, പ്ലസ് ഓക്സിജൻ -2 ആണ് × 3 ഈക്വൽ ടു ടോട്ടൽ എത്ര? 0. അപ്പൊ പറ 1 + x - 6 = 0. അപ്പൊ എന്തായി? x - 5 = 0. x എന്തായി? +5 ആയി അല്ലേ? ഇവിടെ Cl എന്തായി? +5 എന്ന് കിട്ടി. അപ്പൊ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. K എന്താണ്? +1, Cl എന്താണ്? +5, അതേപോലെ ഓക്സിജൻ എന്താ? -2. രണ്ടും അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് KCl ആണ്. നിങ്ങൾക്ക് പറയാം K എന്താ? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് എന്തായിരിക്കും? +1 ആണ്. അപ്പൊ +1 അതുപോലെ ഇടും. ഓക്കെ, അപ്പൊ Cl എന്തായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് രണ്ടും കൂട്ടിയ 0 അല്ലേ വരുന്നത്? അപ്പോ -1 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ 2 കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത്രയും മോൾസ് ഉണ്ട് എന്നുള്ളതാണ്, അത് വേണമെന്നില്ല. 3O2 ആണ്. അപ്പൊ ഇത് എലമെന്റൽ സ്റ്റേറ്റ് ആണ്. എലമെന്റൽ സ്റ്റേറ്റ് ആണ്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താ? സിംപ്ലി നമുക്ക് പറയാം 0 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾക്ക് പറയാലോ, പിന്നെ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ ആർക്കൊക്കെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കൊക്കെയാണ് റിഡക്ഷൻ നടക്കുന്നത് നോക്കൂ. ഇവിടെ നോക്കാം.
ഇവിടെ ഈ കെ നോക്കി, ഇത് +1 ആണ്. ഇവിടെ കെന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്, ഇവിടെയും +1 ആണ്. അപ്പൊ ഇവിടെ ഓക്സിഡേഷൻ നമ്പറിൽ ഒരു മാറ്റം വരുന്നില്ലല്ലോ കെക്ക്. അപ്പൊ ഈ ആള് ഓക്സിഡേഷൻ നടക്കണില്ല, റിഡക്ഷൻ നടക്കണില്ല. ഇനി അടുത്ത ആൾ ഈ Cl നോക്ക്. ഇവിടെ Cl +5 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ എന്തായി? +5 ഉള്ള ഇവിടെ എത്തിയപ്പോൾ -1 ആയി. അപ്പൊ 5 ഉള്ളത് -1 ആയി, കുറയാണ് അല്ലേ? അപ്പൊ കുറയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിഡക്ഷൻ എന്ന് പറയും. അപ്പൊ ഈ കേസിൽ റിഡക്ഷൻ നടക്കുന്ന ആർക്കാ? ക്ലോറിൻ ആണ്. ഇനി അടുത്ത കേസ് നോക്ക്. ഇവിടെ ഓക്സിജൻ -2 ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ എന്തായി പറയും? -2 ഉള്ള ഓക്സിജന് ഇവിടെ എത്തുമ്പോൾ 0 ആയി. അപ്പൊ -2നേക്കാളും വലുതല്ലേ 0? അപ്പൊ -2 ഉള്ളത് 0 ആയി കൂടുകയല്ലേ ചെയ്തത്? അപ്പൊ കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓക്സിഡേഷൻ എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ കേസിൽ ഓക്സിഡേഷൻ നടക്കുന്നത് ഓക്സിജനും, റിഡക്ഷൻ നടക്കുന്നത് ആർക്കുമാണ്? ക്ലോറിനുമാണ്. ക്ലിയർ അല്ലേ? വിഷയം ഉണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണ്. പെട്ടെന്ന് നോട്ട് ചെയ്തെടുക്കൂ. ഓക്കെ, അപ്പൊ ഇനി വേറെ കൂടെ പറയാനുള്ളത്, ഞാൻ പറഞ്ഞു എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്താവൂല? റിഡോക്സ് റിയാക്ഷൻ ആവൂല കേട്ടോ. അതാണ് നോക്കേണ്ടത്. ഓൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്തല്ല? റിഡോക്സ് റിയാക്ഷൻ അല്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. നോക്കിക്കോ, CaCO3 കാൽഷ്യം കാർബണേറ്റ് അല്ലേ? ഇതിന്റെ ഡീകമ്പോസിഷൻ ചെയ്താൽ നമുക്ക് കിട്ടുക എന്താവും? കാൽഷ്യം ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആണ് കിട്ടുക. ഇതെന്തല്ല എന്നാ പറഞ്ഞത്? ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്, പക്ഷെ എന്തല്ല? റിഡോക്സ് റിയാക്ഷൻ അല്ല എന്നാണ്. അതിന് രണ്ട് കാര്യമാണ്, രണ്ട് രീതിയിൽ നമുക്ക് അല്ലാന്ന് പ്രൂവ് ചെയ്യാം. ഒന്ന്, ഇതിന്റെ എലമെന്റ് ഈ കാൽഷ്യം കാർബണേറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ആയിട്ട് കിട്ടുന്ന ആളാര? കാൽഷ്യം ഓക്സൈഡ്. ഇതൊരു കോമ്പൗണ്ട് അല്ലേ? ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇത് വേറൊരു കോമ്പൗണ്ട് അല്ലേ? നമ്മുടെ കണ്ടീഷൻ എന്താണ്? ഈ ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കിട്ടുന്ന ആ പ്രൊഡക്റ്റുകളിൽ അറ്റ്ലീസ്റ്റ് 1 അല്ലെങ്കിൽ ഒന്നെങ്കിലും എന്തായിരിക്കണം? എലമെന്റൽ ഫോം ആയിരിക്കണം. ഈ കിട്ടിയ രണ്ടും തന്നെയാണ് കോമ്പൗണ്ട് ഫോം ആണ്. അപ്പൊ അത് ആ ഒരു റീസൺ നിങ്ങൾക്ക് പറയാം. അതുകൊണ്ട് തന്നെ എന്തല്ല? റിഡോക്സ് റിയാക്ഷൻ അല്ല. എന്ത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്, റിഡോക്സ് റിയാക്ഷൻ അല്ല. ഇനി റിഡോക്സ് റിയാക്ഷൻ അല്ല എന്നുള്ള നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കേസിൽ പറയാം. അത് കൊടുത്തു നോക്കാം. കാൽഷ്യം കാർബണേറ്റ് അല്ലെ? കാൽഷ്യം കാർബണേറ്റിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. കാൽഷ്യം CaCO3 അല്ലെ? നോക്കൂ, CaCO3. അപ്പൊ നമുക്ക് എന്താ അറിയാം? പറയാം. CaCO3. കാൽഷ്യം എത്രയാണ് മക്കളെ? നിങ്ങൾക്ക് തന്നെ പറയാം. കാൽഷ്യം എത്രയാണ്? കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? കാൽഷ്യം ഏതാ ഗ്രൂപ്പ്? സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ? ആണാ? അപ്പൊ എന്താ പറയാ? +2 ആണ്. അപ്പൊ +2 നെയ്. ഓക്കെ, അപ്പൊ +2 then x plus -2 into 3 equal to 0. അപ്പൊ എന്താ? 2 plus x minus 6 equal to 0. അപ്പൊ x minus 4 equal to 0 അല്ലേ? അപ്പൊ x equal to +4. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? നോക്കൂ, പെട്ടെന്ന് പറയാലോ. ഇത് +2, ഇത് +4, ഇത് -2. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ പറയാം. ഓക്സിജൻ എന്താ? -2 ആണ് അല്ലേ? അപ്പോ കാൽഷ്യത്തിന് എന്തായിരിക്കും? +2. അത് കിട്ടി. ഇവിടെ CO2 പറയും -2 ആണ്. -2 × 2 -4. അപ്പൊ കാർബൺ എന്താ? +4 ആണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഈ Cl ഇവിടെ +2 ആണ്, ഇവിടെയും +2 ആണ് അല്ലേ? നോക്കൂ, ഇവിടെയും +2 ആണ്, ഇവിടെയും +2 ആണ്. അപ്പോൾ കാൽഷ്യത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാൽഷ്യം പോട്ടെ, അടുത്താണ്. ഇത് കാർബൺ. ഇവിടെ ആരാണ്? ഇവിടെ കാർബൺ +4 ആണ്, ഇവിടെയും കാർബൺ +4 ആണ്. കാർബൺ എന്ത് ചെയ്യണില്ല? അവിടെ ഓക്സിഡേഷൻ നമ്പറിൽ വല്ല മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ഇത് അടുത്ത ആൾ നോക്ക്, ഓക്സിജൻ ഇവിടെ -2 ആണ്, ഇവിടെയും -2 ആണ്. അപ്പൊ അവിടെയും എന്ത് സംഭവിക്കുന്നില്ല? ഓക്സിഡേഷൻ നമ്പറിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റിയാക്ഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂല? ഓക്സിഡേഷൻ ഏതിനാ നടക്കുന്നത് പറയാൻ പറ്റൂല, റിഡക്ഷൻ ഏതിനാ പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇതെന്തല്ല, ഇത് റിഡോക്സ് റിയാക്ഷൻ അല്ല, ബട്ട് എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷനുമാണ്. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഈ ഒരു റിയാക്ഷൻ രീതിയിൽ ഇത് എന്തുകൊണ്ട് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയി, പക്ഷേ എന്തുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻ അല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് റിഡോക്സ് റിയാക്ഷൻ ആയില്ല. അപ്പൊ നിങ്ങൾ വിത്ത് എക്സാം സഹിതം എന്ത് ചെയ്യാം? ഓക്സിഡേഷൻ നമ്പറെ കാണിച്ച് എഴുതാം, ഒന്ന് ഡെഫിനിഷൻ ഉപയോഗിച്ചും എഴുതാവുന്നതാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോട്ട് ചെയ്തെടുക്കാം. ക്ലിയർ? ഓക്കെ, ഇനി അടുത്തതാണ് കേട്ടോ, മൂന്നാമത്തെ ടൈപ്പ് നമുക്ക് പറയാനുള്ളതാണ്. ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ടൈപ്പ് റിയാക്ഷൻ ആണ്. ശ്രദ്ധിക്കുക, മൂന്നാമത്തെ ടൈപ്പ് റിയാക്ഷൻ ആണ്. റിയാക്ഷന്റെ പേര് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. മൂന്നാമത്തെ ടൈപ്പ് റിയാക്ഷന്റെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഇത് രണ്ട് രീതിയിലുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ പേരിൽ തന്നെ ഡിസ്പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ജനറലി നമുക്ക് പറയാം, എക്സ് എന്ന എലമെന്റ് YZ കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും? ഈ എക്സും ഈ സെഡുമായി കൂടി ചേരും.
ഓക്കെ ഈ എക്സും ഇത് സെറ്റും അപ്പോൾ എക്സ് സെറ്റ് പ്ലസ് വൈ അവിടെ റിലീസ് ചെയ്യും പോകും ഓക്കെ അപ്പോൾ ഈ ഒരു ടൈപ്പ് റിയാക്ഷൻ ആണെങ്കിൽ ഇതിന് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഇവിടെ വൈ ഡിസ്പ്ലേസ് ചെയ്തിട്ട് പകരം ആര് വന്നു എക്സ് വന്നു അതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ വിഷയം ഉണ്ടോ ഇല്ല ഇനി ഇവ രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ അതിന് ഫസ്റ്റ് ടൈപ്പ് ആണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ട്ടാ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് അപ്പൊ എന്താ പേരിൽ തന്നെ ഉണ്ടല്ലോ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യാം അതായത് ഒരു മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്തിട്ട് മറ്റൊരു മെറ്റൽ അവിടെ വരും അതിനെയാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാം എക്സാമ്പിൾസ് ആണ് നോക്കൂ CuSO4 കോപ്പർ സൾഫർ അല്ലേ സോറി CuSO4 അല്ലേ അതന്നെ കോപ്പർ സൾഫർ ഇത് എന്തുമായിട്ട് സിങ്കുമായിട്ട് കൂടി ചേരുമ്പോൾ എന്തുണ്ടാവും നമുക്ക് കിട്ടുന്നതാണ് ZnSO4 ഉം Cu ഓക്കെ ഇതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കണ്ടോ ഡിസ്പ്ലേസ്മെന്റ് ആണ് YZ ഫോർമാറ്റ് ഇതാണ് X ഇതാണ് അപ്പോൾ ഈ X ഇവിടെ വന്ന് റിലീസ് ചെയ്തു അപ്പോൾ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ കോപ്പർ മെറ്റൽ എന്തുമായി ഡിസ്പ്ലേസ് ചെയ്തിട്ട് പകരം ആ സ്ഥാനത്ത് ആര് വന്നു സിങ്ക് വന്നു അതാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് ഇതിനൊക്കെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്താണ് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ കോപ്പർ സൾഫേറ്റ് പ്ലസ് സിങ്ക് ഗിവ്സ് ZnSO4 പ്ലസ് Cu ഞാൻ ഇതിന് എന്ത് കാണില്ല ഓക്സിഡേഷനും പ്രൊഡക്ഷനും ഒന്നും കാണില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചെയ്യാവുന്നതാണ് ഒരുപാട് നമ്മൾ ചെയ്തില്ല ഇനി രണ്ടാമത്തെ ടൈപ്പാണ് രണ്ടാമത്തെ ടൈപ്പ് നമ്മൾ പറയുന്നതാണ് ബി രണ്ടാമത്തെ ടൈപ്പ് നോക്കുക രണ്ടാമത്തെ ടൈപ്പ് ഏതാണെന്ന് അറിയോ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് കഴിഞ്ഞാൽ അടുത്ത ടൈപ്പാണ് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് എന്താ നോൺ മെറ്റൽ ആണ് മെറ്റൽ അല്ലാതെ ഡിസ്പ്ലേസ് ചെയ്യും അതിന് എക്സാമ്പിൾ നോക്കുക 2Na plus 2H2O gives 2NaOH plus H2 ഓക്കെ അങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് ഇതിലെങ്ങനെയായിരിക്കും ഇവിടെ റീപ്ലേസ്മെന്റ് എങ്ങനെ സംഭവിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയാമല്ലോ അല്ലേ Na അല്ലേ നോൺ മെറ്റൽ ആയിട്ടുള്ള ഇവിടുത്തെ ഹൈഡ്രജൻ ആണ് റീപ്ലേസ് ചെയ്തത് അല്ലേ പകരം ഇവിടെ Na വന്നു അപ്പോൾ ആ രീതിയിലാണ് അപ്പോൾ രണ്ട് ടൈപ്പ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ രണ്ടുണ്ട് മെറ്റലും നോൺ മെറ്റലും ഓക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞില്ല ഇതിനൊക്കെ നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ ഒക്കെ കാണാവുന്നതാണ് ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുക ഏതിനാണ് റിഡക്ഷൻ നടക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് വൺ അടുത്ത ടൈപ്പാണ് ലാസ്റ്റ് നാലാമത്തെ ടൈപ്പ് റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക നാലാമത്തെ ടൈപ്പ് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ വളരെ സിമ്പിൾ ആണ് ഒരൊറ്റ എലമെന്റിന് തന്നെ ഓക്സിഡേഷനും നടക്കുക റിഡക്ഷനും നടക്കുക അതിനെയാണ് ഈ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ പറയുന്നത് ഒരു എക്സാമ്പിൾ 2H2O2 gives 2H2O plus O2 ഈ ഒരു റിയാക്ഷനിൽ ഏതിനാണ് ഓക്സിഡേഷൻ നടക്കുക റിഡക്ഷൻ നടക്കുക നമ്മൾ കണ്ടെത്താൻ പോകുന്നത് അപ്പോൾ H2O2 എന്ന പെറോക്സൈഡ് ആണ് അപ്പോൾ ഓക്സിജന്റെ എന്തായാലും -1 നമ്മൾ ഇതിന്റെ റൂൾസിൽ ഉണ്ടായിരുന്നു അപ്പോൾ +1 H2 ആവും ഇവിടെ ഓക്സിജൻ -2 അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ +1 ആവും ഇത് എലമെന്റൽ സ്റ്റേറ്റ് ആവുമ്പോൾ 0 ആവും അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ പറയാം ഇവിടെ ഓക്സിജൻ -1 ഉള്ള -2 അപ്പോൾ -1 ഉള്ള -2 കുറയാണ് അപ്പോൾ ഇതെന്താ റിഡക്ഷൻ ആണ് അല്ലേ ഇവിടെ ഇത് നടക്കുന്നത് റിഡക്ഷൻ ഇനി ഈ ഓക്സിജൻ തന്നെ -1 ഉള്ള 0 ആയി കൂടി അപ്പോൾ ഇത് ഏതാണ് ഓക്സിഡേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റണം കണ്ടാ ഈ ഒരു ഓക്സിജന് തന്നെയാണ് എന്ത് സംഭവിച്ചത് ഓക്സിഡേഷനും സംഭവിച്ചത് റിഡക്ഷനും സംഭവിച്ചത് അപ്പോൾ ഒരൊറ്റ എലമെന്റിനല്ലേ റിഡക്ഷനും ഓക്സിഡേഷനും സംഭവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ടൈപ്പ് റിയാക്ഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈപ്സ് ഓഫ് റിയാക്ഷൻ ഉള്ളത് ക്ലിയർ ആണല്ലോ ഓക്കെ